മലബാർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രവീഥികളിലൂടെ എന്ന പംക്തിയിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. ഭാരതീയ സംസ്കൃതിയുടെ യുഗങ്ങളായുള്ള പ്രവാഹത്തിന്റെ പ്രഭവ കേന്ദ്രമാണ് ക്ഷേത്രങ്ങൾ. ഓരോ ക്ഷേത്രങ്ങളും അത് വിശ്വാസ സമൂഹത്തിന് കരുത്തും ആശ്വാസവും അരുളി ഈശ്വരന്റെ നേർ ദർശനത്തിന്റെ അനുഭൂതി നൽകുന്നു. ജനനം മുതൽ മരണം വരെയുള്ള മനുഷ്യജീവിതത്തിന്റെ പൊരുൾ അഭേദ്യമായി ആ സങ്കേതവുമായി ബന്ധപ്പെട്ടു കിടക്കുന്നു. കാലഘട്ടത്തിന്റെ കുത്തൊഴുക്കിൽ എല്ലാം മാറിമറിയുമ്പോഴും അടിതെറ്റാതെ മുന്നോട്ടു പോകുവാനുള്ള അളവറ്റ ശക്തിയും ക്ഷേത്രങ്ങൾ പ്രദാനം ചെയ്യുന്നു. അകൽപ്പാടി ശ്രീ ദുർഗാപരമേശ്വരി ക്ഷേത്രം കാസർഗോഡ് ജില്ലയിലെ വടക്ക് ഭാഗത്ത് കുമ്പടാജെ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന പുരാതനമായ ക്ഷേത്രമാണ് അകൽപ്പാടി ശ്രീ ദുർഗാപരമേശ്വരി ക്ഷേത്രം. കറാട ബ്രാഹ്മണ സമുദായം പരിപാലിച്ചു വരുന്ന ഈ ക്ഷേത്രം ചുറ്റിലും പ്രകൃതി രമണീയവുമായ കൃഷിയിടങ്ങളാലും സമ്പന്നമാണ്. മുള്ളേരിയ കുമ്പള സംസ്ഥാന പാതയിൽ പില്ലാങ്കട്ടയിൽ നിന്നോ നാരമ്പാടിയിൽ നിന്നോ 2 കിലോമീറ്റർ ദൂരം വടക്കോട്ട് സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. ഏകദേശം 900 വർഷങ്ങൾക്ക് മുമ്പ് ആധ്യാത്മിക കേന്ദ്രമായ കാശിയിൽ താമസിച്ചു വന്നിരുന്ന തപോനിഷ്ഠരായ ബ്രാഹ്മണ കുടുംബങ്ങൾ അപ്രതീക്ഷിതമായ കാരണങ്ങളാൽ അവിടം ഉപേക്ഷിച്ച് യാത്രയാവുകയും മഹാരാഷ്ട്രയിലെ കറാട ജില്ലയിൽ എത്തുകയും കുറച്ചു കാലം അവിടം താമസിച്ചു വരികയും പിന്നീട് അവിടുന്ന് ദക്ഷിണ കന്നഡയുടെ വിഭിന്ന പ്രദേശങ്ങൾ, ഇന്നത്തെ കാസർഗോഡ് ജില്ലയിലെ പെർള, ബദ്യടുക്ക, മുള്ളേരിയ, അകൽപ്പാടി തുടങ്ങി പല ഭാഗങ്ങളിലായി വേർപിരിഞ്ഞ് കുടുംബങ്ങൾ താമസം ഉറപ്പിക്കുകയും ചെയ്തതായി കരുതപ്പെടുന്നു. കാശിയിൽ താമസിച്ചിരുന്ന സമയത്ത് ആരാധിച്ചു പോന്നിരുന്ന ദേവിയെ ചെറിയ കത്തിയിൽ ആവാഹിച്ച് പട്ടിൽ പൊതിഞ്ഞ് കൂടെ കൊണ്ടുവരികയും അകൽപ്പാടി പ്രദേശത്ത് താമസമാക്കിയ കുടുംബങ്ങൾ അക്കാലത്ത് ഇവിടം വാണിരുന്ന ഉബ്രങ്കള പാരഗദ്ദയിലെ കുണിക്കുല്ലായ കുടുംബത്തെ കാര്യങ്ങൾ ധരിപ്പിച്ച് അവരുടെ പൂർണ്ണ സമ്മതത്തോടെ അവർ സൗജന്യമായി അനുവദിച്ച യോഗ്യമായ സ്ഥലത്ത് ആചാരപൂർവം പ്രതിഷ്ഠിച്ച് പൂജാതി കാര്യങ്ങൾ ചെയ്തു വരികയുമുണ്ടായി. പിന്നീട് ക്ഷേത്രം അഭിവൃദ്ധിപ്പെടുന്നതോടെ കരിങ്കല്ലിൽ തീർത്ത വിഗ്രഹത്തിലേക്ക് ദേവിയുടെ ചൈതന്യം ആവാഹിച്ചിരുത്തി ശ്രീകോവിൽ ചുറ്റമ്പലം നിർമ്മിച്ച് ക്ഷേത്ര പുരോഗതി ഉണ്ടാവുകയും ഇന്ന് കാണുന്ന പഞ്ചലോഹ വിഗ്രഹത്തിലേക്ക് ദേവീ ചൈതന്യം മാറ്റി പ്രതിഷ്ഠിക്കുകയുണ്ടായി. ഇന്നും ദേവീ വിഗ്രഹത്തിന് സമീപം പൂർവികർ ആവാഹിച്ചു കൊണ്ടുവന്ന ശക്തി ആയുധം ദർശിക്കുവാൻ സാധിക്കും. ആദ്യകാലത്ത് 1 നേരം പൂജയും പിന്നീട് 2 നേരമായും ക്രമേണ 3 നേരമായും പരിണമിച്ചു വന്നു. ക്ഷേത്രം പണിയുവാൻ സൗജന്യമായി സ്ഥലം അനുവദിച്ച ഉപകാര സ്മരണയ്ക്കു വേണ്ടി കുണിക്കുല്ലായ കുടുംബത്തിന് ക്ഷേത്രത്തിൽ പ്രസാദം നൽകുമ്പോഴും പ്രഥമ സ്ഥാനം ഇന്നും നൽകിപ്പോന്നു. ഇതിന്റെ സ്മരണയ്ക്കായി ക്ഷേത്രോത്സവവും മറ്റ് വിശിഷ്ട ചടങ്ങുകൾ നടക്കുമ്പോഴും ആ കുടുംബക്കാരണവരെ വിശിഷ്ട വ്യക്തിയായി കരുതി ആചാരപൂർവം സ്വീകരിച്ച് ആതിഥ്യ സൽക്കാരം നൽകി വരുന്നു. ഇന്നും ഈ ആചാരം തുടർന്നു പോന്നു. ഉപ്പങ്കള, പെരഞ്ചെ, കോളിക്കജെ, ചാങ്കുരി, ബേന്ത്രോഡു എന്നീ 5 കുടുംബങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട 5 പ്രതിനിധികൾ പാരമ്പര്യ ട്രസ്റ്റിമാരായി ക്ഷേത്രകാര്യങ്ങൾ മുന്നോട്ട് നയിക്കുന്നു. നെക്രാജെ കുടുംബത്തിലുള്ളവരാണ് ഇവിടുത്തെ താന്ത്രിക കാര്യങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നത്. ചാന്ദ്രമാസ കലണ്ടർ പ്രകാരമുള്ള മാഘമാസത്തിലെ ശുക്ലപക്ഷ പഞ്ചമി നാളിൽ സന്ധ്യയ്ക്കു ധ്വജാരോഹണത്തോടെ ആരംഭിക്കുന്ന 5 നാൾ നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഇവിടെ നടന്നു പോരുന്നത്. ഏകദേശം 35 വർഷങ്ങൾക്ക് മുമ്പ് കോളിക്കജയിൽ താമസിക്കുന്ന പദമാർ കുടുംബം ദേവിക്ക് സമർപ്പിച്ച മനോഹരമായ രഥം പുഷ്പാലങ്കൃതമാക്കി ഉത്സവവേളയിലെ അവസാനത്തെ 2 നാൾ നടക്കുന്ന രഥോത്സവത്തിന് ഒരുക്കുന്നു. ഇതേ നാളുകളിൽ തടി ഉപയോഗിച്ച് നിർമ്മിച്ച പല്ലക്കിൽ ദേവിയെ എഴുന്നള്ളിച്ച് ഭക്തർക്ക് ദർശനം നൽകുന്നു. ആറാട്ടിനുശേഷം രാജാങ്കണ പ്രസാദവും മന്ത്രാക്ഷതയ്ക്കു ശേഷം ഉത്സവത്തിന് കൊടിയിറങ്ങുന്നു. തുടർന്ന് അന്നപ്രസാദവും ഭണ്ഡാരം എഴുന്നള്ളത്ത് ജടാധാരി തെയ്യത്തിന് മഹിമയും കൊണ്ടാടുന്നു. കാസർഗോഡിന്റെ വടക്കു ഭാഗങ്ങളിലും ദക്ഷിണ കന്നഡയിലുമാണ് ജടാധാരി തെയ്യം ആരാധനാ സമ്പ്രദായമുള്ളത്. ഈ ക്ഷേത്രത്തെ കാത്തുരക്ഷിച്ചു പോന്നത് ജടാധാരി തെയ്യമാണെന്നാണ് ഭക്തർ വിശ്വസിച്ചു പോന്നത്. രാത്രി അന്നദാനത്തോടെ ആരംഭിക്കുന്ന മഹിമ എന്ന പേരിൽ അറിയപ്പെടുന്ന തെയ്യം അടുത്ത ദിവസം സൂര്യോദയം വരെ നീണ്ടു നിൽക്കുന്നു. ജടാധാരി തെയ്യത്തിന്റെ അഗ്നിപാത്രത്തിലേക്ക് ആവശ്യമായ പശുവിൻ നെയ്,
ഭക്തർ പ്രാർത്ഥനയായും ഭക്തിപൂർവവും സമർപ്പിക്കുന്നു. ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് മറ്റൊരു ക്ഷേത്രത്തിലും കണ്ടുവരാത്ത വളരെ വിശേഷപ്പെട്ട ചടങ്ങുകളും അനുഷ്ഠാനങ്ങളും ഇവിടെ കാണുവാൻ സാധിക്കും. ഭക്തർ ഇവിടെ ദീപാരാധന എന്ന സേവ നടത്തുന്ന സന്ദർഭത്തിൽ ഇതിന്റെ ഭാഗമായി ജടാധാരി തെയ്യത്തിന് തമ്പിലം എന്ന പവിത്രമായ ചടങ്ങും നടത്തിവരുന്നു. വടക്ക് ഭാഗത്ത് വിശാലമായ ക്ഷേത്രക്കുളമുണ്ട്. ഇവിടെയാണ് ആറാട്ടുനാളിൽ ദേവിയെ എഴുന്നള്ളിച്ച് ആറാട്ട് നടത്തുന്നത്. ഇതിന്റെ സമീപത്തായുള്ള അരയാൽ വൃക്ഷത്തിന് ചുറ്റും നിർമ്മിച്ച തറയിലാണ് ദേവിയെ എഴുന്നള്ളിച്ച് വെടിക്കെട്ട് നടത്തിവരുന്നത്. നാനാഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ഭക്തരാണ് ഉത്സവവേളയിൽ ദേവിയെ ദർശിച്ച് സായുജ്യമടയുന്നത്. 1922 മെയ് മാസം 31 ഇടവം 17 ശ്രീകോവിലും മുഖമണ്ഡപവും ചുറ്റമ്പലവും ഇന്ന് കാണുന്ന രീതിയിൽ നവീകരിച്ച് ജീർണോദ്ധാരണം നടത്തി പ്രതിഷ്ഠാകർമ്മം നടത്തിയത്. അന്നു മുതൽ എല്ലാ ഇടവം 17 പ്രതിഷ്ഠാദിനമായി കൊണ്ടാടുന്നു. കർക്കിടക മാസത്തിൽ 12 നാൾ നീണ്ടുനിൽക്കുന്ന വിശേഷാൽ ദുർഗാപൂജയും ശ്രീ ശങ്കര ജയന്തി ദിനത്തിൽ നടക്കുന്ന സാമൂഹിക ഉപനയനവും ശ്രാവണ മാസത്തിലെ തിരുവോണം നാളിൽ നടക്കുന്ന ഉപാകർമ്മ ചടങ്ങുകളും നവരാത്രി നാളുകളിൽ 9 ദിനങ്ങളിലെ പ്രത്യേക പൂജകളും ആയുധപൂജ, വിജയദശമി, വിദ്യാരംഭം, ദീപാവലിയോടനുബന്ധിച്ച് നടക്കുന്ന ഗോപൂജ, 12 ദിവസങ്ങളിലായി നടക്കുന്ന തുളസി പൂജ, കാർത്തിക മാസത്തിലെ പൗർണമി നാളിൽ നടക്കുന്ന ചണ്ഡികാഹോമം, അന്നേ ദിവസം സന്ധ്യാസമയത്ത് നടക്കുന്ന ദീപാരാധന തുടങ്ങിയവയാണ് ഇവിടത്തെ വിശേഷ ദിവസങ്ങൾ. കൂടാതെ മലയാള മാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച വിശേഷ പൂജകൾ നടന്നുവരുന്നു. ഈ അവസരങ്ങളിലെല്ലാം നാനാഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് ഭക്തർ ദേവിയെ ദർശിച്ച് പുണ്യം നുകരുവാനായെത്തുന്നു. 1920 ഈ ക്ഷേത്രത്തിന് പിറകിലായുള്ള ഗോപുരത്തിൽ ആരംഭിച്ച സംസ്കൃത പാഠശാലയാണ് ഇന്ന് കാസർഗോഡ് ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന ശ്രീ അന്നപൂർണേശ്വരി ഹയർ സെക്കൻഡറി സ്കൂളായി വളർന്നു വന്നത്. ക്രമേണ കുട്ടികളുടെ വർധനവും വിദ്യാലയ പുരോഗതിയും മുൻനിർത്തി ക്ഷേത്രത്തിന് തൊട്ടടുത്തായി പുതിയ വിദ്യാലയം പണികഴിപ്പിക്കുകയുണ്ടായി. അക്കാലത്ത് ഈ പാഠശാലയിൽ പഠിച്ച വള്ളപ്പദവ് ശ്രീ മാധവ ഉപാധ്യായ അടുത്ത കാലം വരെ ക്ഷേത്രത്തിലെ താന്ത്രിക കാര്യങ്ങൾക്ക് നേതൃത്വം വഹിച്ചിരുന്നു. അദ്ദേഹം സംസ്കൃത ഭാഷയിൽ രചിച്ച ശ്രീ അകൽപ്പാടി ദേവിയുടെ സുപ്രഭാതവും നിരവധി ശ്ലോകങ്ങളും പ്രസിദ്ധമാണ്. വിദ്യാലയവും ക്ഷേത്രവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം ഇന്നും ശക്തമായി തന്നെ നിലനിർത്തി പോരുന്നു. ഈ വിദ്യാലയത്തിലെ 10ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും കുട്ടികളുടെ പഠനം കഴിഞ്ഞുള്ള യാത്രയയപ്പ് വേളയിൽ അധ്യാപകരും കുട്ടികളും ജീവനക്കാരും ഇവിടെയെത്തി വിശേഷ പൂജകളും ദേവിക്ക് ഏറെ പ്രിയങ്കരമായ 108 തേങ്ങയുടെ പായസ സേവയും നടത്തി അന്നപ്രസാദവും കഴിച്ചാണ് കുട്ടികളെ യാത്രയാക്കുന്നത്. മൈസൂർ, ബാംഗ്ലൂർ തുടങ്ങി വിദൂര പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവർക്ക് താമസിക്കുവാനുള്ള വസതിഗൃഹ സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മഹാരാഷ്ട്ര, ആന്ധ്ര തുടങ്ങി വിദൂര സ്ഥലങ്ങളിൽ നിന്നും വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് ദേവീ ദർശനം കഴിഞ്ഞ് അന്നപ്രസാദവും കഴിച്ച് വിശ്രമിക്കുവാനുള്ള സൗകര്യവും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ദേവസ്വം ബോർഡിൽ ക്ഷേത്രമെന്ന തരത്തിൽ അകൽപ്പാടി ശ്രീ ദുർഗാപരമേശ്വരി ക്ഷേത്രമെന്ന പേരിലാണ് രജിസ്റ്റർ ചെയ്തതെങ്കിലും ഇത് വാസ്തവത്തിൽ മഠമാണ്. സന്യാസി മഠമല്ല, മറിച്ച് മഠസമ്പ്രദായത്തിൽ ആചാരാനുഷ്ഠാനങ്ങൾ നടക്കുന്ന ക്ഷേത്രമാണ്. കാസർഗോഡ് ജില്ലയിൽ ഇത്തരത്തിൽ തൈര, അകൽപ്പാടി, ആവള തുടങ്ങി ദുർഗാപരമേശ്വരി ക്ഷേത്രങ്ങളാണുള്ളത്. ഇവിടങ്ങളിൽ സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വിഭിന്നമായാണ് കാണുന്നത്. ക്ഷേത്രം സമാജത്തിൻ്റെ പൊതുസ്വത്താണ്. മഠം എന്ന് പറയുന്നത് പ്രത്യേക വിഭാഗത്തിൻ്റെയോ ഇല്ലങ്ങളുടെയോ കൂട്ടത്തിൻ്റെയോ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ആരാധനാ കേന്ദ്രമാണ്. ഇവിടങ്ങളിൽ കേവലം ക്ഷേത്ര ആരാധന എന്നതിലുപരി ഗുരുകുല സമ്പ്രദായത്തിലുള്ള വിദ്യാഭ്യാസം നൽകിയിരുന്ന ഇടങ്ങളാണ്. വേദാധ്യയനം ഇവിടങ്ങളിൽ നടന്നു വന്നിരുന്നു. കുട്ടികൾക്ക് താമസ ഭക്ഷണ സൗകര്യങ്ങളും ലഭ്യമായിരുന്നു. ഇന്നത്തെ രീതിയിലുള്ള ഔപചാരിക വിദ്യാഭ്യാസം പൊതുവിദ്യാലയങ്ങൾ വരുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങൾ മഠങ്ങളിൽ നിലനിന്നിരുന്നു. 3 നേരം നിത്യവും ഇവിടെ എത്തുന്ന ഭക്തർക്ക് അന്നദാനം നടക്കുന്നു എന്നതും ഇവിടങ്ങളിലെ വിശേഷതയാണ്. ക്ഷേത്രത്തിൻ്റെ ഭരണകർത്താക്കളുടെയോ
കുടുംബാംഗങ്ങളുടെയോ അവരുമായി ബന്ധപ്പെട്ടു കിടക്കുന്ന സമാജത്തിൻ്റെ ഷോഡശോപചാരക്രിയകൾ, സംസ്കാരങ്ങൾ, ആചാരവിചാരങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും തീരുമാനിക്കപ്പെടുകയും അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്യപ്പെടുന്ന കേന്ദ്രമാണ് മഠങ്ങൾ. കേവലം ക്ഷേത്ര സമയത്ത് മാത്രമല്ല, മറ്റ് സമയങ്ങളിലും വിശന്ന് വരുന്നവർക്ക് ഭക്ഷണ വ്യവസ്ഥ ഉള്ളതായി കാണാം. രാവിലെ 2 ഇടങ്ങഴി, ഉച്ചയ്ക്ക് 13 ഇടങ്ങഴി, രാത്രി 5 ഇടങ്ങഴി, ആകെ ഒരു ദിവസം 20 ഇടങ്ങഴി അരിയുടെ നിവേദ്യമുണ്ടാക്കി ദേവിക്ക് നിത്യേന സമർപ്പിക്കുന്നു. ഒറീസയിലെ പുരി ശ്രീ ജഗന്നാഥ ക്ഷേത്രത്തിലൊഴികെ ഭാരതത്തിൽ മറ്റെവിടെയും ഇത്രയും നൈവേദ്യം നിത്യേന സമർപ്പിക്കുന്ന ക്ഷേത്രം ഇല്ലെന്ന് തന്നെ പറയാം. ഈ നൈവേദ്യം തന്നെയാണ് 3 നേരം ക്ഷേത്രത്തിലെത്തുന്ന ഭക്തന്മാർക്ക് അന്നദാനമായി നൽകുന്നത്. ക്ഷേത്രോത്സവം നടക്കുന്ന 5 നാളുകളിൽ മാത്രമാണ് രാത്രി അന്നദാനം ഇല്ലാത്തത്. 2 നെയ്വിളക്കുകളും 19 എണ്ണവിളക്കുകളും ക്ഷേത്രത്തിനകത്ത് അണയാതെ നിത്യവും കത്തുന്നു എന്നുള്ളതും മറ്റൊരു സവിശേഷതയാണ്. വടക്ക് ഭാഗത്ത് ശ്രീ ജഠാധാരി തെയ്യവും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ബ്രഹ്മരക്ഷസിനെയും ആരാധിച്ചു വരുന്നു. സാധാരണ ക്ഷേത്രങ്ങളിൽ കണ്ടുവരുന്നതുപോലെ ഉത്സവവേളകളിൽ മാത്രമാണ് പല്ലക്കി സേവയും തുലാഭാര സേവയും ഭക്തന്മാർക്ക് നടത്തുവാൻ സാധിക്കുന്നത്. 5 തേങ്ങാ പായസം ഇവിടുത്തെ പ്രധാന വഴിപാടാണ്. ഇത് 10, 25, 51, 108 എന്നിങ്ങനെ മുൻകൂർ ബുക്ക് ചെയ്താൽ നടത്തുവാൻ സാധിക്കും. കഠിന പായസവും നെയ്പായസവും ഉണ്ണിയപ്പവും ഇവിടുത്തെ പ്രധാന സേവകൾ തന്നെയാണ്. വേദമാതാ ട്രസ്റ്റിന്റെ വകയിൽ ഒരാളും തിരുപ്പതി ക്ഷേത്രം വകയിൽ 2 പേരും ദേവീ സന്നിധിയിൽ നിത്യേന വേദപാരായണം മുടങ്ങാതെ ചെയ്തു പോന്നു. ഉപനയനം, വിവാഹം, ചോറൂൺ മുതലായ മംഗളകാര്യങ്ങൾ നല്ല വ്യവസ്ഥയോടുകൂടി നടത്തുവാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ക്ഷേത്രത്തിലെത്തുന്ന 100 കണക്കിന് ഭക്തന്മാർക്ക് ഒരുമിച്ചിരുന്ന് അന്നപ്രസാദം കഴിക്കുവാനുള്ള അന്നപൂർണ ഭോജനശാലയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സനാതന സംസ്കൃതിയുടെ സംരക്ഷണത്തിനു വേണ്ടി ആദി ശങ്കരാചാര്യർ സ്ഥാപിച്ച ചതുർമഠങ്ങളിൽ ഭാരതത്തിന്റെ തെക്കേ അറ്റത്തുള്ള ശൃംഗേരി മഠവുമായി ഈ ക്ഷേത്രത്തിന് അഭേദ്യമായ ബന്ധമാണുള്ളത്. ഇവിടുത്തെ ഗോശാലയിൽ 5 പശുക്കളുണ്ട്. ഇവ നൽകുന്ന പാൽ ക്ഷേത്രകാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. ഇവയെ പരിപാലിക്കുന്നതിന് വേണ്ടി പ്രത്യേക വ്യവസ്ഥയും ക്ഷേത്ര ഭരണസമിതി ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മീനമാസത്തിൽ ഒരാഴ്ചക്കാലം നീണ്ടുനിന്ന സഹസ്രചണ്ഡികായാഗം, ഋക് സംഹിതായാഗം, ധന്വന്തരി യാഗവും നടന്നിരുന്നു. നാനാഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ഭക്തരാണ് ഓരോ ദിവസവും ഈ സന്ദർഭത്തിൽ വന്ന് പുണ്യം നുകർന്നത്. ഈ അവസരത്തിൽ ആന്ധ്രയിൽ നിന്നും കൊണ്ടുവന്ന പുങ്കന്നൂർ ഇനത്തിൽപ്പെട്ട 2 പശുക്കളും ഇന്ന് ഗോശാലയിലെ അംഗങ്ങളാണ്. കാസർഗോഡ് ജില്ലയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളായ മധൂർ ശ്രീ സിദ്ധിവിനായക ക്ഷേത്രത്തിൽ നിന്നും 15 കിലോമീറ്റർ ദൂരവും കുമ്പള ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും 20 കിലോമീറ്റർ ദൂരവും വിഖ്യാതമായ അനന്തപുര തടാക ക്ഷേത്രത്തിൽ നിന്നും 18 കിലോമീറ്റർ ദൂരവുമാണ് ഇവിടേക്കുള്ളത്.